നമസ്കാരം. നമസ്തേ. ഇന്ത്യയുടെ നേതൃത്വത്തിൽ DRDO നേതൃത്വം കൊടുക്കുന്ന ഒരു ചാരഗ്രഹ ഉപഗ്രഹം പരീക്ഷിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഇതിന് മറ്റൊരു പ്രത്യേക ചലിക്കുന്ന പ്രതലങ്ങളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലൊക്കെ എന്നൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു ചാരഗ്രഹ വിക്ഷേപണത്തിന് ഇന്ത്യ എന്തുകൊണ്ടായിരിക്കും തയ്യാറെടുക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് ആധുനിക യുദ്ധലോകത്ത് എന്തായാലും അവരുടെ ചാര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പം ഇറാൻ യുദ്ധത്തിൽ വരെ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. അമേരിക്ക അവരുടെ ചാര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇറാന്റെ എവിടെയൊക്കെ സ്ഥലങ്ങളിലാണ് അവരെ പ്രതിരോധ സാധനങ്ങൾ നിർത്തിയിട്ടുള്ളത് എന്നുള്ളതും അവിടെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പം ഇത്തരത്തിൽ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ ഈ ഒരു ചാര ഉപഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതും മറ്റേതെല്ലാം രാജ്യങ്ങൾക്കാണ് ഇതുള്ളത് എന്നുള്ളത് ഇതിൽ ഏറ്റവും വലിയൊരു സംശയം എനിക്ക് പോലും തോന്നിയത് ചലിക്കുന്ന പ്രതലങ്ങളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളെല്ലാം തന്നെ IS വിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ അടുത്ത കാലത്ത് ISROയോടൊപ്പം തന്നെ ചില സ്വകാര്യ കമ്പനികൾ, സ്റ്റാർട്ടപ്പുകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അഗ്നിബാൺ റോക്കറ്റ്, അതുപോലെ സ്കൈ റൂട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി, അവരൊക്കെ തന്നെ ലോ എർത്ത് ഓർബിറ്റിലോട്ടുള്ള ഉപഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്ന കാറ്റഗറിയിലുള്ള ഉപഗ്രഹങ്ങൾ അവർ വിക്ഷേപിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് സ്കൈ റൂട്ടിന്റെ ഒരു ഉപഗ്രഹം വരുന്ന ദിവസങ്ങളിൽ വിക്ഷേപിക്കപ്പെടും. അപ്പോ ഇതിന്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്ന മാറുന്ന ലോകക്രമം. ആ മാറുന്ന ലോകക്രമത്തിൽ യുദ്ധവും മാറുകയാണ്. ഒരു കാലഘട്ടത്തില് ഭൂമിയിൽ കരയുദ്ധം. ആ കരയുദ്ധം എന്ന് പറയുന്നത് ടാങ്കുകളും കാലാൾപ്പട ഇൻഫാൻട്രിയും ഒക്കെ നടത്തുന്ന കരയുദ്ധം. ആകാശത്ത് വ്യോമസേനയുടെ, അതായത് വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന യുദ്ധം. കടലിൽ ഷിപ്സ് ഉപയോഗിച്ചുള്ള യുദ്ധം. പക്ഷേ ഇപ്പോഴേ യുദ്ധം ബഹിരാകാശത്തും വ്യാപിച്ചിരിക്കുകയാണ്. യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഉപഗ്രഹങ്ങൾ വഹിക്കുന്നത്. ഉപഗ്രഹങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റലിജൻസ് ഗ്യാതറിംഗ്, സർവെയിലൻസ്, റെക്കാനിസൻസ് എന്ന് പറയുന്ന, അതായത് റെക്കാനിസൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു ചലിക്കുന്ന വസ്തുവിന്റെ ആകാം, അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു വസ്തുവിന്റെ ആകാം, അതിന്റെയൊക്കെ കോർഡിനേറ്റ്സ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അങ്ങനെയൊക്കെയുള്ള വളരെ കൃത്യമായിട്ട് പറയുന്ന ആ ഒരു സംവിധാനം, ഇതൊക്കെ ഉപഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നാളെ വരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഉപഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അതേ ഉയരത്തിൽ പറക്കുന്ന ചില താൽക്കാലിക ഉപഗ്രഹങ്ങൾ പോലുള്ള വസ്തുക്കളിൽ നിന്നും മിസൈലുകൾ വിക്ഷേപിക്കപ്പെടാം. അങ്ങനെയുണ്ട്. അതായത് ലോ എർത്ത് ഓർബിറ്റിലൂടെ പറക്കുന്ന ഒരു 70-80 ദിവസമായിട്ട് പറക്കാൻ പറ്റുന്ന ഡ്രോണുകൾ, വെരി ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡ്രോണുകൾ വരാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ISRO കൊണ്ട് മാത്രം ഇന്ത്യയുടെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സർവെയിലൻസ് സാറ്റലൈറ്റ് എന്ന ആർമിയുടെ ഭാഷയിൽ പറയുന്ന, നമ്മളൊക്കെ സാധാരണഗതിയിൽ ചാര ഉപഗ്രഹം എന്ന് പറയുന്ന ഉപഗ്രഹങ്ങൾ ISRO കൊണ്ട് മാത്രം വിക്ഷേപിക്കാൻ നടക്കില്ല. അപ്പോ അതിനു വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ്, അതായത് ആർമിക്ക് വേണ്ടി മാത്രം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ഒരു ഡെഡിക്കേറ്റഡ്, ആർമിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനം, അതാണ് DRDO ഇപ്പം ഒരുക്കുന്നത്. അതിന് സർക്കാർ ഒരു പേരിട്ടിട്ടുണ്ട്, പ്രൊജക്ട് വേഡ. പ്രൊജക്ട് വേഡ എന്നാൽ അതിന്റെ അർത്ഥം, അതിന്റെ പൂർണ്ണരൂപം, അതായത് വെഹിക്കിൾ ഫോർ ഡിഫൻസ് ആപ്ലിക്കേഷൻ എന്നാണ്. അങ്ങനെ ഒരു ചലിക്കുന്ന, അതായത് ഒരു ട്രക്ക് പോലുള്ള ഒരു വലിയ ട്രക്ക് നമുക്ക് കൂട്ടിയാൽ മതി, ഒരു 12x12 ആയിട്ടുള്ള ഒരു വലിയ ട്രക്ക്. ആ ട്രക്കിൽ നിന്ന് ആയിരിക്കും വിക്ഷേപിക്കുന്നത്. ഇതിന്റെ ഒരു മേന്മ എന്തെന്നാൽ, ശത്രുവിന് ഇപ്പോ നമുക്കറിയാം ISROയുടെ വിക്ഷേപണങ്ങളൊക്കെ നടക്കുന്നത് ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് പാഡുകളിൽ നിന്നാണ്. പക്ഷേ ശത്രുവിന്റെ ഒരു മിസൈല് ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് പാഡ് തകർത്തു കഴിഞ്ഞാൽ പുതിയൊരു ലോഞ്ച് പാഡ് നിർമ്മിക്കാനായിട്ട് ദിവസങ്ങളെടുക്കും. അപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് നമ്മുടെ ഒരു ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രതിസന്ധിയാണ്. ഒരു യുദ്ധ സമയത്ത് നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല.
അവിടെയാണ് ഈ ഡെഡിക്കേറ്റഡ് ഫെസിലിറ്റിയുടെയും പ്രോജക്റ്റ് വേഡയുടെയും ഒക്കെ പ്രസക്തി ഉണ്ടാകും. എന്താണ് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ലോഞ്ച് പാഡുകളുടെ പ്രത്യേകത, എന്താണ് അതിൻ്റെ പേര്, മറ്റേതൊക്കെ രാജ്യത്തിനാണ് ഇതുള്ളത്, ഏത് ടെക്നോളജിയാണ് ഇത് ഉപയോഗിക്കുന്നത്, അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിൽ ഇപ്പോൾ നമുക്ക് കടക്കാം. അതായത് ഈ വർഷം തന്നെയാണ് ഇതിൻ്റെ ട്രയൽ തുടങ്ങും, 2026 തന്നെ. ഇതിൻ്റെ ഈ പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ റോക്കറ്റുകൾ മിസൈല് പോലെ, അതായത് സ്പേസ് ലോഞ്ച് വെഹിക്കിൾ മിസൈല് പോലെ കാനിസ്റ്റർ എന്ന് പറയുന്ന ഒരു തരം കുഴലുകളിൽ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് അടച്ചു വെച്ചിരിക്കും. ലോഞ്ചിനാളെ അങ്ങോട്ട് പുറത്തോട്ട് എടുത്ത് ലോഞ്ച് ചെയ്താൽ മതി. സാധാരണഗതിയിൽ ISRO ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ ISROയ്ക്ക് 30 തൊട്ട് 45 ദിവസം വരെ വേണം ഒരു PSLV റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ. അതായത് അത് അസംബിൾ ചെയ്ത് അത് ഈ ഉപഗ്രഹമായിട്ട് മേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ചെയ്ത്, അതായത് ഉപഗ്രഹം അതിൽ ഘടിപ്പിച്ച് അത് വിക്ഷേപണം തറയിൽ കൊണ്ടുവന്ന് സംഭവം എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ദിവസം 1 മാസത്തിലധികം. പക്ഷെ ഇവിടെ ഈ DRDO ഇപ്പോൾ നടപ്പാക്കുന്ന പ്രോജക്റ്റ് വേഡ പ്രകാരം വെറും 72 മണിക്കൂർ പരമാവധി, അതായത് ഒരു 2-2.5 ദിവസം കൊണ്ട് ഒരു ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കും. റോക്കറ്റ് അസംബിൾ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു. റോക്കറ്റ് അസംബിൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് ഉപഗ്രഹവുമായിട്ട് മേറ്റ് ചെയ്യുകയും ആ ഉപഗ്രഹം വിക്ഷേപിച്ച അതിൻ്റെ ഫൈനൽ പ്രോസസ്സ് മുഴുവൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അത് വലിയ സമയലാഭം ഉണ്ടാക്കും. കാരണം യുദ്ധസമയത്ത് നമ്മുടെ ലോ എർത്ത് ഓർബിറ്റിലൂടെ പോകുന്ന നമ്മുടെ സ്ട്രാറ്റജിക് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സർവേലൻസ് സാറ്റലൈറ്റുകളെയൊക്കെ ശത്രു ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ ലക്ഷ്യം വെക്കാം. ഇപ്പൊ ഇന്ത്യ തന്നെ 2019 അത്തരം ഒരു മിസൈൽ പരീക്ഷണം വളരെ വിജയകരമായിട്ട് നടത്തിയിരുന്നു. ഞാനീ പറയുന്ന പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു യുദ്ധമല്ല, ചൈനയാണ് യഥാർത്ഥ പോരാളി, നമ്മുടെ ശത്രു. അപ്പൊ ചൈനയുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും സ്പേസ് അസറ്റിനെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്പേസ് അസറ്റുകളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ഒരു ഉപഗ്രഹം നശിപ്പിച്ചാലും വേഗം തന്നെ നമ്മൾ അതിന് ഒരു ബദലായിട്ട് മറ്റൊരു റീപ്ലേസ്മെന്റ് അവിടെ എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ വേറൊരു ഗുണം. ഞാൻ മുമ്പേ പറഞ്ഞത് ശ്രീഹരിക്കോട്ട മാത്രമാണ് ലോഞ്ച് പാഡ്, അല്ലെങ്കിൽ അതുപോലെ 1-2 സ്ഥലങ്ങൾ. പക്ഷെ ഈ കേസിൽ അങ്ങനെയല്ല. മധ്യപ്രദേശ് തൊട്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വരെ ഇത്തരം റോക്കറ്റുകൾ, ഇത്തരം ലോഞ്ച് വെഹിക്കിൾ വഹിക്കുന്ന ഞാനീ പറഞ്ഞ 12x12 ആയിട്ടുള്ള വലിയ ട്രക്കുകൾ അത് പലയിടത്തും പാർക്ക് ചെയ്തിരിക്കും. അത് ചലിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ ടെക്നോളജി നമ്മൾ സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലായ K4 രൂപാന്തരപ്പെടുത്തിയിട്ടാണ് ഇത് യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നത്. ഈ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായിട്ട് K4 മാറ്റുകയാണ്. K4 അതിലൊക്കെ ഉപയോഗിക്കുന്ന അതേ ടെക്നോളജി തന്നെയാണ്. അതായത് K4 എന്ന് പറഞ്ഞാൽ ഒരു അന്തർവാഹിനി സമുദ്രത്തിലൂടെ ചലിക്കുമ്പോൾ തന്നെയാണ് അതിൽ നിന്നൊരു മിസൈൽ വേർപെട്ട് സമുദ്ര ഉപരിതലത്തിലേക്ക് എത്തി അവിടുന്ന് സ്വയം ഇഗ്നൈറ്റ് ആയിട്ട് കമാൻഡ് കൊടുത്തിട്ടാണ് അങ്ങനെ ഇഗ്നൈറ്റ് ആയിട്ട് അത് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും. അതും ബഹിരാകാശത്തേക്ക് ചെന്നിട്ടാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എല്ലാം തന്നെ ബഹിരാകാശത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടുന്ന് റീ എൻട്രി തിരിച്ചു ഭൂമിയിലോട്ട് വരികയാണ് ചെയ്തത്. ആ റീ എൻട്രി നടത്തി ആണ് ഫൈനൽ ടാർഗറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അതാണ് ആ ഒരു മിസൈലാണ് ഇത് രൂപം മാറ്റം വരുത്തുന്നത്. അത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ മിസൈലിന്റെ പല ടെക്നോളജിയും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോമ്പോസിറ്റ് മോട്ടോർ കേസിംഗ്, അതായത് ഈ മോട്ടോർ കേസിങ്ങിൽ വലിയ ചൂട് തട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റാൻഡ് ചെയ്യാൻ പ്രതിരോധിക്കാൻ കഴിവുള്ള കോമ്പോസിറ്റ് ലോഹക്കൂട്ടുകൾ, മനുഷ്യനിർമ്മിതമായ ലോഹക്കൂട്ടുകൾ അത് ഈ K4 ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും ഈ ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ത്രസ്റ്റ് വെക്ടർ കൺട്രോൾ എന്ന പിന്നെ റോക്കറ്റിന്റെ നിയന്ത്രണങ്ങൾ, അതുപോലെ സോളിഡ് റോക്കറ്റ് മോട്ടോർ ആണ്. അതായത് ഈ കര ഇന്ധനമായിരിക്കും ഇതിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് കാനിസ്റ്ററൈസ്ഡ് ചെയ്ത് മിസൈൽ പോലെ തന്നെ ഒരു കാനിസ്റ്റർ ഒരു കുഴലിനകത്തിൽ നേരത്തെ തന്നെ എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക.
അത് ആ വിക്ഷേപണം നടത്തേണ്ട സമയം പുറത്തെടുത്താൽ മതി. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ ദ്രവ ഇന്ധനമാണെങ്കിൽ പറ്റില്ല. ദ്രവ ഇന്ധനം അങ്ങനെ നമുക്ക് ഇതിനകത്തിൽ ശേഖരിച്ച് വെക്കാൻ പറ്റില്ല. പക്ഷെ കര ഇന്ധനത്തിൻ്റെ ഒരു പ്രത്യേകത, ആ സോളിഡ് ഫ്യൂവല് ആണെങ്കിൽ ഇതുപോലെ കാനിസ്റ്ററൈസ് ചെയ്ത് വെക്കാം. അത് സാധാരണ ഇന്ത്യയുടെ പല ലോഞ്ച് വെഹിക്കിളിനും ഒരു സ്റ്റേജിന് സോളിഡ് ഫ്യൂവലും മറ്റേ സ്റ്റേജിന് ലിക്വിഡ് ഫ്യൂവലും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതിനങ്ങനല്ല, ഇത് ഫുൾ സോളിഡ് ഫ്യൂവലിലാണ് കാനിസ്റ്ററൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. ആ ടെക്നോളജിയും K4 ബലിസ്റ്റിക് മിസൈലിൻ്റെ ടെക്നോളജിയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. കാരണം ഇത്തരം ഒരു മിസൈല് എവിടെ നിന്നാണ് വിക്ഷേപിക്കാൻ പോകുന്നതെന്ന് ശത്രുവിന് അറിഞ്ഞുകൂടാ. അത് ലോഞ്ച് പാഡ്, പ്രത്യേകിച്ച് ലോഞ്ച് പാഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ലോഞ്ച് പാഡ് താർത്തുകൊണ്ട് മിസൈൽ വിക്ഷേപണം താർക്കാനൊന്നും പറ്റില്ല. ഇത്തരം വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് വിക്ഷേപിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഇന്ത്യ ഒരു ചലിക്കുന്ന ട്രെയിനിൽ നിന്നും വിക്ഷേപിക്കുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചിരുന്നു നമ്മുടെ. അപ്പോൾ അത് ആ ടെക്നോളജീൻ്റെ ഓൾറെഡി ഉണ്ട്. ചലിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് വിക്ഷേപിക്കാം. വളരെ കൃത്യമായ ആൽഗരിതം ഉണ്ട്. സോഫ്റ്റ്വെയറിലെ കാൽക്കുലേഷൻസ് ഒക്കെ വെച്ച് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. മറ്റു രാജ്യങ്ങൾക്ക് ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. റഷ്യയ്ക്കും US-നും ഈ ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ റഷ്യക്ക് കോസ്മോട്രോസ്, യൂറോ റോക്കറ്റ്, ഇങ്ങനെ 2 ഇത്തരം റോക്കറ്റുകളുണ്ട്. ചലിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റുന്ന റോക്കറ്റുകളാണ്. അതുപോലെ തന്നെ US-നാണെങ്കിൽ മിനോട്ടാർ എന്നാണ്. മിനോട്ടാർ ഫാമിലി, മിനോട്ടാർ എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫ് റോക്കറ്റ്സ് തന്നെ, ലോഞ്ച് വെഹിക്കിൾസ് തന്നെ ഉണ്ട്. അതായത് മിനോട്ടാറിൻ്റെ പല വെർഷൻസ് ഉണ്ട്. പല തരം ശക്തിയുള്ള വെരി ലോ ഓർബിറ്റ്, ലോ ഓർബിറ്റിൽ, അങ്ങനെ പല ഓർബിറ്റുകളിലേക്കും ഉള്ള പ്രത്യേകം ലോഞ്ച് വെഹിക്കിൾ മിനോട്ടാർ ഫാമിലിയിലുണ്ട്. ഇത് അവിടുത്തെ സ്വകാര്യ കമ്പനിയായിട്ടുള്ള നോർത്തോർപ്പ് ഗ്രമൻ എന്ന കമ്പനിയാണ് ഈ റോക്കറ്റുകളൊക്കെ ഡിസൈൻ ചെയ്തത്. അതുപോലെ ഈ വാഹനത്തിൽ നിന്ന് ലോഞ്ച് ചെയ്യാനായിട്ട് അതിനൊരു സംവിധാനമുണ്ട്. അതിന് പറയുന്നത് ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചർ എന്നാണ്. ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചർ ഇപ്പോൾ തന്നെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ വർഷം തന്നെ ഇതിൻ്റെ ആദ്യത്തെ പരീക്ഷണം നടത്തും. ആദ്യം പ്രാഥമിക പരീക്ഷണം, പിന്നീട് കൃത്യമായിട്ട് ഓർബിറ്റിലേക്ക് ഉപഗ്രഹത്തെ എത്തിക്കുന്ന പരീക്ഷണം. ഉടൻ തന്നെ ഇതെല്ലാം തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും നാവിഗേഷന് ISR എന്ന് പറയുന്ന ഇൻ്റലിജൻസ് സർവൈലൻസ് റെക്കോണിസൻസ് അങ്ങനെയൊക്കെയുള്ള ബാറ്റിൽ ഫീൽഡ് നെറ്റ്വർക്കിങ്, ഇതിനൊക്കെ തന്നെ ഈ ഒരു ടെക്നോളജി, ഈ ഒരു ഇത്തരം ഉപഗ്രഹങ്ങൾ പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ യുഗത്തിൻ്റെ പിറവിയാണ്. ഇനി ഉപഗ്രഹ വിക്ഷേപണത്തിനായിട്ട് നമ്മൾ കാത്തുകെട്ടി കിടക്കേണ്ട വരില്ല. ഉപഗ്രഹം വിക്ഷേപിക്കാനായിട്ടുള്ള സൈന്യത്തിൻ്റെ നിർദ്ദേശം വന്നാൽ ഉടൻ തന്നെ 72 മണിക്കൂറിൽ താഴെ സമയത്തിൽ ഒരു 2.5 ദിവസം കൊണ്ട് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കും. എന്തായാലും ഈ പ്രോജക്റ്റിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ മാധ്യമങ്ങളിൽ വരുന്നതിന് മുറയ്ക്ക് നമുക്ക് വീണ്ടും ചലനങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം.